ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 12 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗം. കർത്തൃപ്രാർത്ഥന എന്നറിയപ്പെടുന്ന ഈശോയുടെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ വചനഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുക. നമുക്കറിയാം, 17-ാം അധ്യായം മുഴുവൻ ഈശോ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിതാവും താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകൾ ആദ്യ വരികളിൽ നമ്മൾ കാണുന്നു. തുടർന്നിങ്ങോട്ട് ആ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പിതാവ് എന്നെ സംരക്ഷിക്കുന്നത് പോലെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അവർ വഴി ആരെല്ലാം ഈ വചനം കേൾക്കാനിടയാകുന്നു അവരെയെല്ലാം കാത്തുപരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ. ഇന്നത്തെ തിരുവചന ഭാഗത്ത് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ. പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ വീണു പോകാതെ, തിന്മയുടെ ദുരാത്മശക്തികളുടെ പിടിയിലകപ്പെടാതെ അങ്ങ് അവരെ കാത്തുപരിപാലിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് എന്നെ അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. അവിടുന്ന് എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിക്കണമേ. എത്രയോ ആർദ്രമായ, എത്രയോ ആത്മാർത്ഥമായ, ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയാണിത്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഒക്കെ ചേർത്ത് പിടിച്ച് അവരെ നിരന്തരം കാത്തുപാലിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തമ്പുരാൻ. ഈ പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എല്ലാ ത്രിത്വൈക ദൈവ കൂട്ടായ്മയിൽ നമ്മയും ചേർത്ത് പിടിക്കുന്നതാണ്. ആരെയും തള്ളിക്കളയാതെ, നാശത്തിൻ്റെ പുത്രൻ അകന്നുപോയെങ്കിലും ബാക്കി എല്ലാവരെയും അവിടുത്തെ ചിറകിൻ കീഴിലെ കാത്തുപരിപാലിച്ച് അവരുടെ ഭാവി ജീവിതത്തിൻ്റെ, വചനപ്രഘോഷണ ജീവിതത്തിൻ്റെ വഴികളിൽ താങ്ങും തണലുമായി നിന്ന് അവരിലൂടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന എല്ലാവരും തൻ്റെ വചനമാണല്ലോ അവരിലൂടെ പ്രഘോഷിക്കപ്പെട്ടത് എന്നും യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്കാണല്ലോ അവർ ചേർക്കപ്പെട്ടതെന്നും തിരിച്ചറിയുന്ന ഈശോ അവരെല്ലാം കാത്തുപരിപാലിക്കണമേ എന്ന്, തിന്മയ്ക്ക്, ദുഷ്ടന് ഒരിക്കലും അവരെ വിട്ടുകൊടുക്കരുത് എന്ന് ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തിജീവിത മേഖലകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും എന്തോരം ബന്ധങ്ങളാണുള്ളത്. നമ്മുടെ ജീവിത പങ്കാളികളാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം. നമുക്ക് പരിചയമുള്ള ആരൊക്കെയോ എണ്ണി എഴുതി നോക്കിയാൽ എത്രയോ ആയിരക്കണക്കിന് പേരുകൾ നമുക്ക് എഴുതാനാകും. എത്രയോ ആയിരക്കണക്കിന് ബന്ധങ്ങളുടെ ഓർമ്മ നമുക്ക് പുതുക്കാനാകും. ജീവിതത്തിൽ ഒരിക്കലേലും കണ്ടെത്തിയവരും പേര് മറന്നു പോകാത്തവരുമായ എത്രയോ പേരുണ്ട് നമ്മുടെ ഓർമ്മയിൽ. ഒരുപക്ഷെ അടുത്ത കാലം വരെ വലിയ ബന്ധത്തിലായിരുന്നിട്ട് കുറച്ച് നാളുകൾ കൊണ്ട്, അകലം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക അസ്വസ്ഥത കൊണ്ടോ പിരിമുറുക്കം കൊണ്ടോ ഒക്കെ വഴിമാറേണ്ട ബന്ധങ്ങൾ കടന്നുപോയിട്ടുണ്ട് എങ്കിലും അവരൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. ഈ ഓർമ്മയിലുള്ള പ്രിയപ്പെട്ടവരെല്ലാവരെയും ഒന്ന് ഓർക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ തമ്പുരാൻ്റെ പ്രാർത്ഥന പോലെ തന്നെ സുന്ദരമായ, മനോഹരമായ പ്രാർത്ഥനകൾ നമുക്കും എഴുതി ചേർക്കാനാകില്ലേ? ആരെയും മാറ്റി നിർത്തണ്ട, ആരെയും മാർജിനിട്ട് അകറ്റി നിർത്തണ്ട. എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. കാരണം അവരൊക്കെ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാണ്. ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരെല്ലാം ദൈവസന്നിധിയിൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ശത്രുതയുടെ മതിൽക്കെട്ടുകൾ തകർന്നു വീഴട്ടെ. മനസ്സിൽ അസ്വസ്ഥതയോടെ, വൈരാഗ്യത്തോടെ, വിദ്വേഷത്തോടെ കരുതി വച്ചിരിക്കുന്നത് ആരുമില്ല എന്ന് ഉറപ്പാക്കട്ടെ. ഏതെങ്കിലും ഒരു കോണിൽ ഒരുപക്ഷെ തുറന്നു സംസാരിക്കാനുള്ള അസ്വസ്ഥത ബാക്കി നിർത്തി ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ പുകയുന്നുണ്ട് എങ്കിൽ പോലും ആ ബന്ധങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, ആ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച്
മുടിഞ്ഞു പോകണേ എന്നല്ല, നന്നാകണേ എന്ന്, അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയം നുറങ്ങി അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചാൽ എത്ര സുന്ദരമായിരിക്കും നമ്മുടെ ജീവിതം, എത്ര മനോഹരമായിരിക്കും നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ. കർത്താവിൻ്റെ തമ്പുരാൻ്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹം, പ്രാർത്ഥനയുടെ പുണ്യം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം. ഈശ്വരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.